അസ്സലാമലൈക്കും വറഹമത്തുള്ള. പാമ്പുകളെ പേടിയില്ലാത്തവരായി നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ വഴിയിലോ ഒരു പാമ്പിനെ കണ്ട് നമ്മൾ ആകെ പരിഭ്രാന്തരാകും അല്ലേ? പലപ്പോഴും അവയെ ഉടനെ കൊല്ലാനാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അല്ലേ? എന്നാൽ ഒരു മുസ്ലിം എന്ന നിലയിൽ പാമ്പുകളെ കാണുമ്പോൾ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? വീടിനുള്ളിൽ കാണുന്ന പാമ്പിനെ ഉടനെ കൊല്ലരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? പാമ്പുകളുടെയും മറ്റു വിഷജന്തുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ നാം പതിവാക്കേണ്ട ആ ശക്തമായ പ്രാർത്ഥന ഏതാണ്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നോക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, കാരണം ഇത് നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇസ്ലാം എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ്. എന്നാൽ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളുടെ കാര്യത്തിൽ ഇസ്ലാമിന് വ്യക്തമായ നിലപാടുണ്ട്. 5 തരം ജീവികളെ ഫാസിഖ് അല്ലെങ്കിൽ ഉപദ്രവകാരികൾ എന്ന് വിളിക്കുകയും അവയെ കൊല്ലാൻ അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാമ്പ്. നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ പാമ്പിനെ കൊല്ലുന്നതിൽ തെറ്റില്ല. എന്നാൽ വീടിനുള്ളിൽ കാണുന്ന പാമ്പുകളുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പ്രത്യേകം ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് പിന്നിൽ ഒരു ചരിത്രവുമുണ്ട്. ആ ചരിത്രവും സംഭവവും ഇങ്ങനെയാണ്. മദീനയിലെ ഒരു അൻസാരി യുവാവിൻ്റെ ചരിത്രം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഒരു യുദ്ധത്തിന് പോവുകയും തിരിച്ചു വന്നപ്പോൾ ഭാര്യ വീടിന് പുറത്ത് നിൽക്കുന്നത് കാണുകയും ചെയ്തു. ദേഷ്യത്തോടെ വീടിനുള്ളിലേക്ക് കയറി അദ്ദേഹം കണ്ടത് കിടക്കയിൽ വലിയൊരു പാമ്പ് ചുരുണ്ട് കിടക്കുന്നതാണ്. ഉടനെ അദ്ദേഹം തൻ്റെ കുന്തം കൊണ്ട് ആ പാമ്പിനെ കുത്തിക്കൊന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയോ അതിനുശേഷം നിങ്ങൾക്ക്? എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, പാമ്പ് ചത്ത അതേ നിമിഷം തന്നെ ആ യുവാവ് മരണപ്പെട്ടു. ആർക്കാണ് ആദ്യം മരണം സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദീനയിൽ ചില ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച് താമസിക്കുന്നുണ്ട്. അവ പാമ്പുകളുടെ രൂപത്തിൽ നിങ്ങളുടെ വീടുകളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാമെന്ന്. അതിനാൽ വീടിനുള്ളിൽ പാമ്പിനെ കണ്ടാൽ 3 തവണ അവയോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുക. അതിനുശേഷവും പോകുന്നില്ലെങ്കിൽ മാത്രം അവയെ കൊല്ലുക. കാരണം അപ്പോൾ അത് പിശാചോ അല്ലെങ്കിൽ ഉപദ്രവകാരിയായ പാമ്പോ ആയിരിക്കും. എല്ലാ പാമ്പുകൾക്കും ഈ 3 പ്രാവശ്യമുള്ള സാവകാശം നൽകേണ്ടതുണ്ടോ? ഇല്ല കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ 2 തരം പാമ്പുകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പേര് അൽ അബ്തർ, വാല് മുറിഞ്ഞതുപോലെ തോന്നിക്കുന്ന ചെറിയ വാലുള്ള പാമ്പ്. പിന്നെ മുതുകിൽ 2 കറുത്ത വരകളുള്ള പാമ്പുകൾ. ഇവയെ കണ്ടാൽ മുന്നറിയിപ്പ് നൽകാതെ തന്നെ കൊല്ലണം. കാരണം ഇവ അത്യന്തം അപകടകാരികളാണ്. ഇവയുടെ വിഷമില്ലേ മനുഷ്യൻ്റെ കാഴ്ചയെ ബാധിക്കാനും ഗർഭസ്ഥ ശിശുക്കൾക്ക് അപകടമുണ്ടാക്കാനും കാരണമാകുമെന്ന് ഹദീസുകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാമ്പുകളുടെയും മറ്റു വിഷജന്തുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? മഹാനായ അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഒരാൾക്ക് പാമ്പ് കടിയേറ്റ വാർത്ത കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹം വൈകുന്നേരം ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന്. ആ പ്രാർത്ഥന ഇതാണ്: അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹു പടച്ചവയുടെ തിന്മയിൽ നിന്ന് അവൻ്റെ പരിപൂർണമായ വചനങ്ങളെ മുൻനിർത്തി ഞാൻ സംരക്ഷണം നേടുന്നു. ഇത് വൈകുന്നേരങ്ങളിൽ 3 തവണ ചൊല്ലുന്നത് ശീലമാക്കുക. കൂടാതെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസിയും മുഅവ്വിദത്തൈനിയും ഫലഖ്, നാസ് സൂറത്തുകൾ ഓതുന്നതും വലിയ സംരക്ഷണമാണ്. നമ്മുടെ സുരക്ഷ അള്ളാഹിൻ്റെ കൈകളിലാണ്. എങ്കിലും അവൻ പഠിപ്പിച്ചു തന്ന മുൻകരുതലുകൾ എടുക്കുക എന്നത് നമ്മുടെ കടമയാണ് അല്ലേ? പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.